മൂന്നാം പക്കം എന്ന് പറയുന്ന ഒരു സിനിമ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത സിനിമയാണ്. അതിൽ ജയറാമിൻ്റെ ഒപ്പം തന്നെ അശോകനും റഹ്മാനും ഒക്കെ ഗംഭീരമായിട്ടും അതിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. റഹ്മാനൊക്കെ ഒന്ന് ഹീറോ ആയിട്ട് തിളങ്ങി നിൽക്കുന്ന സമയത്ത് തന്നെയാണ് ജയറാമിൻ്റെ സുഹൃത്തായിട്ട് അതിൽ പത്മരാജൻ എന്ന് പറയുന്ന ആ ഒരു വലിയ കലാകാരനോട്, ഗുരുവിനോടുള്ള ഇതിൻ്റെ പുറത്ത്, സ്നേഹത്തിൻ്റെ പുറത്ത് തന്നെയാണ് റഹ്മാനൊക്കെ ആ റോള് ചെയ്തത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പത്മരാജൻ മരിച്ചിട്ട് ഇപ്പോൾ എത്രയോ വർഷമായി. നമ്മളതിൻ്റെ പത്മരാജൻ്റെ കുറിച്ചൊക്കെയുള്ള പത്മരാജൻ നടക്കാതെ പോയ സ്വപ്നങ്ങൾ എന്ന് പറയുന്ന ഒരു വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്തായാലും മൂന്നാം പക്കം എന്ന് പറയുന്ന ഒരു സിനിമ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത സിനിമയാണ്. അതിൽ ഇളയരാജയുടെ മ്യൂസിക്, ജി വേണുഗോപാൽ, പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് ആ സിനിമയെക്കുറിച്ച്. എന്തായാലും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ 3 തലമുറകൾ ഒരുമിച്ച് അഭിനയിച്ച വേറെയും സിനിമകളുണ്ടെങ്കിൽ ജഗതി എനിക്ക് ആചാരി എന്ന് പറയുന്ന ആ ഒരു വലിയ കലാകാരനെ കുറിച്ച്, അദ്ദേഹം എനിക്കൊണ്ട് പത്മരാജന്റെ തന്നെ ദേശാടനക്കിളി കരയാറില്ല എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. എനിക്കൊണ്ട് ഇവരൊക്കെ ആ ഒരു ആകാശവാണി കൂട്ടുകെട്ടാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ജഗതി ശ്രീകുമാറിൻ്റെ അച്ഛൻ വേണുനാഗവള്ളി, പത്മരാജൻ, ഒരു എന്താ പറയുക, ആകാശവാണിയിൽ ഒരുപാട് വർഷം വർക്ക് ചെയ്ത ഒരു സൗഹൃദമൊക്കെ അവർക്കുള്ളതാണ്. ഇവരുടെയൊക്കെ ശബ്ദം നമുക്കറിയാം. പണ്ട് ആകാശവാണി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശബ്ദത്തിലൂടെയാണ് പ്രേക്ഷകരെ ഇവരൊക്കെ പ്രേക്ഷകർ അല്ലെങ്കിൽ ആസ്വാദകരൊക്കെ തിരിച്ചറിഞ്ഞിരുന്നത്. ഇവരുടെ ശബ്ദം അത്ര ഗംഭീരമായിട്ടുള്ള ശബ്ദം തന്നെയായിരുന്നു ഇവരുടെയൊക്കെ ഭാഷ. അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും ഇവരൊക്കെ മികച്ച എഴുത്തുകാരായിട്ടും മാറിയത്.